എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്നൊരു പുതിയ ക്ലാസ്സില് പുതിയ ടോപ്പിക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു നിർണായകമായ ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്നൊക്കെ പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഒരു സംഗതിയാണെന്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യണത്. അപ്പൊ നമ്മൾ ഈ ഒരു മൂവ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെങ്കിൽ എന്താണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു മൊമെന്റ് എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രസ്ഥാനത്തെ നമുക്ക് വിളിക്കപ്പെടാം അല്ലെ. നമ്മളെ പിക്ചർ നോക്കി നമുക്ക് കാണാം എന്താണ് മൊമെന്റ് അല്ലെ, എന്താണ് സ്വദേശി മൂവ്മെന്റ് അല്ലെ. സ്വദേശി മൂവ്മെന്റ് ഇല്ലെങ്കിൽ ബോയ്കോട്ട് മൂവ്മെന്റ് എന്ന പേരിലൊക്കെ ഈ മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു പ്രസ്ഥാനമാണ്. അതായത് ഇന്ത്യയില് നമ്മൾ പറഞ്ഞെന്താണ് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മുന്നത്തെ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു 200 കൊല്ലം അല്ലെ, 200 കൊല്ലത്തിനടക്കം 200 കൊല്ലത്തിനടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷ് എന്ന് പറയപ്പെടുന്ന ഒരു വൈദേശിക ശക്തി നമ്മളെ ഭരിച്ചിട്ടുണ്ട്. അപ്പോ ആ വൈദേശിക ശക്തിയിൽ നിന്നാണ് നമ്മള് അല്ലെ മോചിക്കാൻ വേണ്ടി ധാരാളം മൊമെന്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പറഞ്ഞിരുന്നു, അതുപോലെ അല്ലെ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ ചമ്പാരൻ സത്യാഗ്രഹം തുടങ്ങിയ ഒരുപാട് സത്യാഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് എന്താണ് ഒരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണെന്ത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണെന്ത്, സ്വദേശി മൂവ്മെന്റ് ഇല്ലെങ്കിൽ ബോയ്കോട്ട് മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ വർഷം എന്ന് പറയപ്പെടുന്നത് 1905 അല്ലെങ്കിൽ 1905 ആണെന്ത് ഇതിന്റെ ഒരു വർഷമായിട്ട് പറഞ്ഞത് അല്ലെ. എന്താ സ്വദേശി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്താ സ്വദേശി, സ്വന്തം ദേശത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെ, സ്വന്തം ദേശത്തിലുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അത് മറ്റുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. മറ്റുള്ള വസ്തുക്കൾ പറഞ്ഞാൽ വിദേശ നിർമ്മിത വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. അത് തന്നെയാണ് ഇത് ബോയ്കോട്ട് മൂവ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ബോയ്കോട്ട് പറഞ്ഞാ ബഹിഷ്കരിക്കുക അല്ലെ, അതായത് നമ്മുടേതല്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് ബഹിഷ്കരിക്കുക. ഇതാണെന്ത് സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ ബോയ്കോട്ട് മൂവ്മെന്റ് എന്ന പേരിൽ നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ വല്ലാണ്ട് വെച്ച് തരുന്നില്ല, നമ്മൾ എന്ത് ചെയ്യാ അടുത്തൊരു പോർഷനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാ അല്ലെ. എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നത് എന്താണ്, മഹാത്മാഗാന്ധിയും അല്ലെ, മഹാത്മാഗാന്ധി അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെ ഏറ്റവും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള നേതാവാണ് ആര്, മഹാത്മാഗാന്ധി. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ എന്ത് ചെയ്യാണ്, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ത് ചെയ്യാണ് അല്ലെ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ ആ ഒരു ചിത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ മാർച്ചിന്റെ ഒരു അല്ല അല്ലെങ്കിൽ എന്താണ് അല്ലെ ഒരു സിമ്പൽ, അല്ലെങ്കിൽ എന്താണ് മഹാത്മാഗാന്ധി കൊണ്ടുള്ള ഒരു സിമ്പലാണെന്ത് ആളുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ നമുക്ക് എന്ത് ചെയ്യാ, അടുത്ത ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം, എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ. എന്താണ് സ്വദേശി മൂവ്മെന്റ്, എന്താ സ്വദേശി മൂവ്മെന്റ് പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ അല്ലെ. നോക്കി നോക്ക്, ആ യെല്ലോ ബൗൺസ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ രൂപം കൊണ്ട ബഹുജന മുന്നേറ്റമാണെന്ത് സ്വദേശി മൂവ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തില് രൂപം കൊണ്ട ബഹുജന മുന്നേറ്റം. ബഹുജനം പറഞ്ഞ മാസ് മൂവ്മെന്റ് അല്ലെ, എല്ലാവിധ ആളുകളും എന്താണ് ഒരുമിച്ച് മുന്നേറിയ ഒരു പ്രസ്ഥാനമാണെന്ത് സ്വദേശി മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത് എന്താണ്, നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ രൂപം കൊണ്ട ബഹുജന മുന്നേറ്റമാണെന്ത് സ്വദേശി മൂവ്മെന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിപ്പിക്കുകയും ചെയ്യുക വഴി ബ്രിട്ടനെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ത് ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കി നോക്ക്, ആ പോയിന്റ് അതാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്, വിദേശ നിർമ്മിത വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ബോയ്കോട്ട് ചെയ്യുക. അപ്പൊ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. എന്തുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്, നമ്മുടെ രാജ്യത്തൊന്നും എന്ത് ചെയ്യാണ്, നമ്മളെ അവർ ഭരിക്കുകയാണ് അല്ലെ, നമ്മളെ ചൂഷണം ചെയ്യാണ്. അപ്പൊ നമ്മൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ആർക്കാ സപ്പോർട്ട് ആവാത്, ബ്രിട്ടീഷുകാർക്ക് സത്താണ്. അപ്പോ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുകയും ബോയ്കോട്ട് ചെയ്യുകയും പകരം എന്ത് ചെയ്യണം, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ വസ്തുക്കളുടെ ഉൽപാദനം അല്ലെ അത് വർദ്ധിപ്പിക്കുക, വാങ്ങുന്ന ശേഷി എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക ചെയ്യുക വഴി എന്ത് ചെയ്യുക, ബ്രിട്ടനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അല്ലെ. മൂന്നാമത്തെ പോയിന്റ് എന്താ,
ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായി 1905 ബംഗാളിനെ വിഭജിക്കാനുള്ള കഴ്സൺ പ്രഭു അല്ലെ, ആ പോയിന്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് ചെയ്തിരിക്കുക. ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക അല്ലെ, അതായത് എന്താണ്, രണ്ടാക്കി ഭരിപ്പിക്കുക. ഭിന്നിപ്പിക്കുക എന്താ, പിളർക്കുക. ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായി 1905 അല്ലെ, ബംഗാൾ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സംസ്ഥാനം, സമ്പൽ സമൃദ്ധിയായ ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് എന്താണ്, ആ സംസ്ഥാനത്തെ വിഭജിക്കാനുള്ള ആരുടെ, ലോർഡ് കഴ്സൺ അല്ലെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു. അല്ലെ, എന്താണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായി 1905 ബംഗാളിനെ വിഭജിക്കാനുള്ള കഴ്സൺ പ്രഭു അല്ലെ. അപ്പോ എന്താണ് പോയിന്റ് പ്രത്യേകം നോട്ട് വയ്ക്കുക, ബംഗാളിനെ വിഭജിച്ച ആരാണ്, കഴ്സൺ പ്രഭു. എന്നാ വിഭജിച്ചത്, 1905 വിഭജിച്ചിട്ടുള്ളത്. അപ്പോ കഴ്സൺ പ്രഭുവിന്റെ എന്താണ് തീരുമാനത്തിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം കനക്കാണ്. അപ്പോ അങ്ങനെയാണത് ഈ സ്വദേശി മൂവ്മെന്റ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോ അല്ലെ, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായി 1905 എന്ത് ചെയ്തു, ലോർഡ് കഴ്സൺ, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കഴ്സൺ എന്ത് ചെയ്തു, ബംഗാളിനെ വിഭജിക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അപ്പൊ ഈ തീരുമാനത്തിനെതിരെ എന്ത് ചെയ്യാണ്, ജനങ്ങളുടെ പ്രതിഷേധം വരികയും ആ പ്രതിഷേധം എന്ത് ചെയ്യുക അല്ലെ, വളരെ വലിയ രൂപത്തിൽ അല്ലെങ്കിൽ വലിയൊരു മാസ് മൊമെന്റ് ആയിട്ട് മാറി എന്നാണ് പറയണത് അല്ലെ. ഇപ്പോ മൂന്നാമത്തെ പോയിന്റ് അങ്ങനെ പറഞ്ഞു. നാലാമത്തെ പോയിന്റ് പറയുന്നത്, ഇതിന്റെ ഫലമായി 1905 ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ രൂപം കൊണ്ട മാസ് മൂവ്മെന്റ് ആണെന്ത്, സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, 1905 ലോർഡ് കഴ്സൺ അല്ലെ, എന്താണ് ലോർഡ് കഴ്സൺ എന്ന് പറയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ബംഗാൾ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ സമ്പൽ സമൃദ്ധമായ നഗരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിഭജിക്കാനുള്ള തീരുമാനത്തിനെതിരെ അല്ലെ, വിഭജിക്കാനുള്ള തീരുമാനം ഇറക്കി. അപ്പൊ ആ തീരുമാനത്തിനെതിരെ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലെ സർവ്വസാധാരണ ജനങ്ങൾ എന്ത് ചെയ്യാണ്, പ്രതിഷേധം കൊണ്ടുവരാണ്. ആ പ്രതിഷേധം ചെയ്തു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറി. ആ മൂവ്മെന്റ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യയില് 1905 ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ എന്ത് ചെയ്തു അല്ലെ, രൂപം കൊണ്ട ബഹുജന മുന്നേറ്റ പ്രസ്ഥാനമാണെന്ത്, സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. നോട്ടിലേക്ക് കേട്ടോ. അടുത്ത പോയിന്റ് പറയുന്നത്, ബംഗാളിലെങ്ങും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ശക്തമായി അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു ബംഗാൾ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു അല്ലെ, ലോർഡ് കഴ്സൺ ബംഗാളിനെ വിഭജിച്ചു നമ്മൾ പറഞ്ഞു. അപ്പോ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഒരു വലിയൊരു പ്രതിഷേധ പ്രസ്ഥാനം ഉണ്ടായി, അതാണ് സ്വദേശി പ്രസ്ഥാനം പറഞ്ഞു അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, ബംഗാളിലെങ്ങും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും, ബ്രിട്ടീഷ് വസ്തുക്കൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യുക, അവിടെ പോയെല്ലാം ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ അവ വാങ്ങിക്കാതിരിക്കുക, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ശക്തമായി അല്ലെ, ശക്തമായി മാറി. സർക്കാർ ജോലികൾ ഉദ്യോഗസ്ഥർ ഉപേക്ഷിച്ചു. കുട്ടികൾ പോലും ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിൽ അണിചേർന്നു. അപ്പൊ അതാണ് അതിന്റെ വലിയൊരു ഹൈലൈറ്റ്. എന്താണ്, ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണം, കൂടാതെ എന്ത് ചെയ്യുക, അതോടൊപ്പം എന്ത് ചെയ്യുക, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗം ശക്തമാക്കുക അല്ലെ. മാത്രല്ല എന്താ ഇവിടെ വേറെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്, സർക്കാർ ജോലികൾ ഉദ്യോഗസ്ഥർ ഉപേക്ഷിച്ചു. ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാണ് അല്ലെ, ഇന്ത്യയിലെ ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാണ്, തങ്ങൾക്ക് കിട്ടിയ സർക്കാർ ജോലികൾ ഉപേക്ഷിച്ചു അല്ലെ. കുട്ടികൾ പോലും ആവേശത്തോടെ, അതായത് ചെറിയ കുട്ടികൾ പോലും ആവേശത്തോടെ എന്ത് ചെയ്തു, ഈ പ്രസ്ഥാനത്തില് അണിചേർന്നു എന്നാണ് പറയണത്. ഇതാണ് സ്വദേശി മൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയണത്.
അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് കുട്ടികൾ പോലും ഈ ഒരു എന്തിനുണ്ടായി, ഈ ഒരു സമരത്തില് അണിചേർന്നു. നമ്മൾ നോക്കി നോക്കൂ, ഇനി നമുക്കൊരു പിക്ചർ ഇവിടെ കാണുന്നുണ്ട്. എന്താ പിക്ചറിൽ നിൽക്കുന്നത്? മഹാത്മാഗാന്ധി അല്ലെ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്ത് ചെയ്യാണ്, ചർക്കയില് നൂല് നോൽക്കാണ് അല്ലെ. അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ചർക്കയില് നൂല് നോൽക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് എന്ത്, സ്വദേശ വസ്തുക്കൾ എന്ത് നമ്മൾ ഉപയോഗിക്കുക അല്ലെ, സ്വദേശ വസ്തുക്കള് ഉപയോഗിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബംഗാൾ വിഭജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ധാരാളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായി അല്ലെ. പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു, അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു, ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു ആഹ്വാനം നൽകി. എന്ത് ചെയ്യുക, എവിടെയാണോ ബ്രിട്ടീഷ് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് അവ എന്ത് നമ്മള് ബോയ്ക്കോട്ട് ചെയ്യുക, പകരം നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, നമ്മള് പ്രൊമോട്ട് ചെയ്യുക അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്, ബ്രിട്ടീഷുകാരെ പാന്റും ഷർട്ടും ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത്, സ്വന്തമായിട്ട് ചർക്കയില് നൂല് നൂൽക്കുക അല്ലെ. അദ്ദേഹം അല്ലെങ്കിൽ ഒരു എന്താണ്, സ്വന്തം ഉൽപ്പന്നങ്ങളോട് എന്താണ് അല്ലെ കൂറ് പുലർത്തുന്ന ഒരാളാണ് ആര്, മഹാത്മാഗാന്ധി. അപ്പൊ ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇനി മറ്റൊരു ചിത്രം നോക്കി നോക്കൂ. ഒരു സ്ത്രീ അല്ലെ, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ചർക്കയിൽ നൂല് നിൽക്കുകയാണ്. ഇതും എന്താണ്, സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട ഒരു പ്രധാനപ്പെട്ട ചിത്രങ്ങളിൽ ഒന്നാണ്. കാരണം എന്താണ് അല്ല, കാരണം വേറൊന്നല്ല, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഉപേക്ഷിക്കുക. എന്തിനു വേണ്ടിയിട്ട്? കാരണം ഇന്ത്യയിലെ സംസ്ഥാനമായ ബംഗാളിനെ വിഭജിക്കാൻ കഴുസം കാട്ടിയ ആ ഒരു തിടുക്കത്തിനെതിരെ എന്ത് ചെയ്യുക, ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ചിന്ത ആർക്കുണ്ടായി, ഇന്ത്യക്കാർക്കുണ്ടായി. അപ്പൊ അതിനു വേണ്ടിയാണ് എന്ത്, ഈ പറയും പോലെ അല്ലെ, എന്താണ്, ബ്രിട്ടീഷ് വസ്തുക്കൾ എവിടെയാണോ ഉപയോഗിക്കുന്നത് അവയെ എന്ത് ചെയ്യുക, അവയെ തേടി പിടിച്ച് ഉപരോധിക്കുക, പകരം എന്ത് ചെയ്യുക, പകരം ഈ പറഞ്ഞ പോലെ സ്വന്തം വസ്തുക്കൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇതാണ് നമുക്ക് ഈ ചിത്രത്തിന് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. വേറെ അതിൽ ഈ ചിത്രത്തിൽ അധികം ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്, സ്വന്തം വസ്തുക്കൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ പ്രൊമോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ താല്പര്യം കൊടുക്കുക അല്ലെ. വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുക. കാരണം നമ്മളെ ഭരിച്ചു മുടിക്കാനുണ്ടായ ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് അവരെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം അവരെ സാമ്പത്തിക പ്രതിരോധത്തിലാക്കുക അല്ലെ. എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യട്ടെ, അവർ ഇന്ത്യ വിട്ടു പോട്ടെ എന്നുള്ള ചിന്തയാണ് എന്ത്, ഇന്ത്യയിലെ നേതാക്കന്മാർക്കും ഇന്ത്യയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഒരു അല്ലെ ഒരു പ്രക്ഷോഭം ഉണ്ടായി പറഞ്ഞു. ഇല്ലെങ്കിൽ എന്താണ്, കുട്ടികൾ പോലും, ഇല്ലെങ്കിൽ സർക്കാർ ജോലികൾ ആളുകൾ പോലും എന്ത് ചെയ്തു, ആ ജോലികൾ ഉപേക്ഷിച്ച് ഈ ഒരു സ്വദേശി മൂവ്മെന്റിന് ഇറങ്ങി അല്ലെ. അപ്പോ അല്ലെ നമ്മൾ പറഞ്ഞു, കുട്ടികൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഈ സമരത്തിന് ഇറങ്ങി. അതാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയണത് അല്ലെ. ഇനി പറഞ്ഞ പോയിന്റ് നോക്കി നോക്കൂ. ബംഗാളിൽ ആരംഭിച്ച ഈ ഒരു മുന്നേറ്റം അല്ലെ, ബംഗാളിലാണെന്ത് സ്വദേശി മൂവ്മെന്റ് ആരംഭിച്ച് 905 അല്ലെ. ബംഗാളിലാണെന്ത് കഴ്സൺ വിഭജിക്കുന്നത്. അപ്പൊ ബംഗാളിലാണെന്ത് ആദ്യമായിട്ട് ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പൊ ബംഗാളിൽ ആരംഭിച്ച മുന്നേറ്റം എന്ത് ചെയ്തു, വൈകാതെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പൊ നമ്മളത് നോക്കണം, ജനങ്ങളുടെ ഒരു പവർ, വിൽ പവർ എന്താ നോക്കണം. കാരണം എന്താണ്, തങ്ങളുടെ രാജ്യത്തിന്റെ ഒരു പ്രദേശത്തെ വെട്ടിമുറിക്കാനുള്ള ബ്രിട്ടീഷ് അല്ലെ നടപടിക്കെതിരെ എന്ത് ചെയ്യാണ്, ജനങ്ങള് പ്രതികരിക്കാൻ തയ്യാറായി. ആ പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ് എന്ത്, ഈ പറഞ്ഞ പോലെ അല്ലെ, ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത്, ഈ പറയപ്പെടുന്ന മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്ഥാനം വ്യാപിച്ചത്. അപ്പൊ ബംഗാളിൽ ആരംഭിച്ച ഈ മുന്നേറ്റം എന്ത് ചെയ്യാണ്, വൈകാതെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നാണ് പറയണത്. ഇനി നമ്മൾ പറഞ്ഞ താഴെ പറഞ്ഞ പേരുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് അല്ലെ, ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്താ പറഞ്ഞു, സ്വദേശി മൂവ്മെന്റില് ആരൊക്കെ പങ്കെടുത്തിരുന്നു, കുട്ടികൾ പങ്കെടുത്തിരുന്നു, സ്ത്രീകൾ പങ്കെടുത്തു, ചിത്രം നമ്മൾ കണ്ടു, സ്ത്രീകൾ പങ്കെടുത്തിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം എന്ത് ചെയ്തു, ആ ഉദ്യോഗം രാജിവെച്ച് എന്ത് ചെയ്തു, അവർ ഈ ഒരു സമരത്തിലേക്ക് നയിച്ചു അല്ലെങ്കിൽ ഇറങ്ങി അല്ലെ. ഇനി പ്രധാനമായിട്ടും ഇതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ഒന്നാമത്തെ ആള് GK ഗോഖലെ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ് അല്ലെ, പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ ഇല്ലെങ്കിൽ BG തിലക് അല്ലെ, ബിപിൻ ചന്ദ്രപാൽ, അതായത് ലാൽ പാൽ ബാൽ എന്ന് പറയപ്പെടുന്ന മൂവർ സഖ്യം, അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമരത്തില് പങ്കെടുത്തിട്ടുണ്ട്. അതായത് ലാൽ പാൽ ബാൽ പറഞ്ഞ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എന്താണ്, എന്താ പറയാ അല്ലെ, വിസ്ഫോടനമുള്ള നേതാക്കന്മാരാണ്. അപ്പൊ അവരടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്വദേശി മൂവ്മെന്റിന് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അരവിന്ദ ഘോഷ്, VO ചിദംബരം പിള്ള, അല്ലെ ബാബു ഗേനു തുടങ്ങിയവരാണ് സ്വദേശി മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, എന്താണ് അല്ലെ, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ,
ബിപിൻ ചന്ദ്രപാല്, അരവിന്ദ ഘോഷ്, പി.ഒ. ചിദംബരം പിള്ള, ബാബു ഗേനു തുടങ്ങിയവരാണെന്ത് ഈ പറയപ്പെടുന്ന സ്വദേശി മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയണത്. ഇനി മറ്റൊരു പോയിന്റ് പറഞ്ഞത് എന്താണ്? എല്ലാ മേഖലകളിലും അല്ലെ സ്വദേശി വികാരം ശക്തിപ്പെട്ടു. അപ്പോ ബ്രിട്ടീഷുകാർ ചെയ്ത ആ ഒരു പ്രവണതക്കെതിരെ, ബംഗാള് വെട്ടിമുറിക്കാന്നുള്ള പ്രവണതക്കെതിരെ എന്ത് ചെയ്യാണ് അല്ലെ, എന്തിനാ എല്ലാ മേഖലകളും എന്ത് ചെയ്തു? സ്വദേശി വികാരം ശക്തിപ്പെട്ടു. എല്ലാ മേഖല ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഏത് മേഖലയാണെങ്കിലും എന്താണ്, എല്ലാ മേഖലകളും സ്വദേശി ഉൽപ്പന്നങ്ങള് ഉപയോഗിക്കുക, സ്വദേശി വികാരം എന്ത് ചെയ്യുക, അങ്ങനെ ശക്തിപ്പെടുക അല്ലെ. എന്താ, ബ്രിട്ടനെ ഇവിടുന്ന് പുറന്തള്ളുക, പകരം എന്ത് ചെയ്യുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു വികാരമാണെന്ത് എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ശക്തിപ്പെട്ടിരുന്നത് അല്ലെ. അതിന് പ്രധാനമായിട്ടും പറഞ്ഞത് എന്തൊക്കെയാണ്? ഇന്ത്യൻ കൈത്തറി സാധനങ്ങൾ അല്ലെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യൻ കൈത്തറി സാധനങ്ങള്, സോപ്പ് നിർമ്മാണ കമ്പനികള്, തീപ്പെട്ടി കമ്പനികള് അല്ലെ, തീപ്പെട്ടി നിർമ്മാണ കമ്പനികള്, തുണി മില്ലുകള്, ബാങ്കുകള്, ഇൻഷുറൻസ് കമ്പനികൾ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇക്കാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ ആ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ്? ഇന്ത്യയിലെ കൈത്തറി സാധനങ്ങള് അല്ലെ, കൈത്തറി സാധനങ്ങള്, സോപ്പ് നിർമ്മാണ കമ്പനികള് അല്ലെ, വിദേശ സോപ്പുകൾ ഉപയോഗിക്കേണ്ടതാണ്, സ്വദേശ സോപ്പുകൾ നിർമ്മിക്കുക, തീപ്പെട്ടി കമ്പനികൾ, നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടി അടക്കം, ചെറിയ മൈന്യൂട്ടായ തീപ്പെട്ടി അടക്കം എന്ത് ചെയ്യുക, സ്വന്തം നാട്ടിൽ ഉത്പാദിപ്പിച്ച തീപ്പെട്ടി കൊണ്ട് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. തുണിമില്ലുകള്, ബാങ്കുകൾ അല്ലെ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാങ്കുകള്, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ എന്ത് ചെയ്തു? നിരവധി സ്ഥാപനങ്ങൾ ഇക്കാലത്ത് എന്ത് ചെയ്തു? പ്രവർത്തനം ആരംഭിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തില്? സ്വദേശി വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി ഈ മേൽ പറഞ്ഞ ഇത്രയും സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സ്വദേശി പ്രസ്ഥാനത്തിന് കീഴിൽ ഇന്ത്യയിൽ ആരംഭിച്ചു. അന്ന് എന്തല്ലേ, ബ്രിട്ടീഷുകാർ വന്ന ശേഷം ബ്രിട്ടീഷ് കൈകളാണ് ഇതൊക്കെ നടപ്പാക്കിയിരുന്നത്. ഇനി അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മള് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ചിന്താഗതി മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് എന്ത് ഈ ഒരു തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മള് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നാഴിക കല്ലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പ്രസ്ഥാനം മാറി. അപ്പൊ എന്താ പ്രധാനപ്പെട്ട എന്താ അല്ലെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് എന്താണ് ജനശ്രദ്ധ നേടിയ ഒരു മൊമെന്റ് ആണെന്ത് സ്വദേശി മൊമെന്റ് എന്ന് പറയപ്പെടുന്ന മൊമെന്റ് അല്ലെ. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ഇത്രയും സ്ഥാപനങ്ങൾ എന്ത് ചെയ്തു? സ്വദേശി പ്രസ്ഥാനത്തിന്റെ കീഴിൽ, അല്ലെങ്കിൽ സ്വദേശി വികാരം ആളിക്കത്തി കൊണ്ട് എന്ത് ചെയ്തു? ഇത്രയും പ്രസ്ഥാനങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യയില് പ്രവർത്തിച്ചു അല്ലെ. ഒരു വിദേശ സഹായം ഇല്ലാതെ പോലും എന്ത് ചെയ്തു? സഹായിച്ചു. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിസ്സംശയം പറയാൻ സാധിക്കും അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു നാഴിക കല്ലായിട്ട് എന്ത് ചെയ്യാ ഈ പ്രസ്ഥാനം മാറി എന്ത് ചെയ്യാം നമുക്ക് പറയാൻ സാധിക്കും. അല്ലെ, അടുത്ത് നോക്കി നോക്കൂ. 1911 ബ്രിട്ടീഷ് അല്ലെ, ബ്രിട്ടീഷുകാരെ ബംഗാൾ വിഭജനം പിൻവലിക്കുന്നവരെ അല്ലെ, പ്രശ്നം ശ്രദ്ധിക്കുക. 905 ബ്രിട്ടീഷുകാരെ ചെയ്തു? ബംഗാൾ വിഭജനം നടപ്പാക്കി. എന്ത്? ബംഗാളിനെ രണ്ടായി വിഭജിച്ചു അല്ലെ. എന്തുകൊണ്ടാണ് വിഭജിക്കാൻ കാരണം നമ്മൾ ഇനി വരുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. എന്നിരുന്നാൽ നമുക്ക് പറയാം, ഇന്ത്യയിലെ അല്ലെ ബംഗാൾ എന്ന് പറയപ്പെടുന്ന സ്ഥലം സമ്പൽ സമൃദ്ധമായ സ്ഥലമാണ്. അപ്പൊ ബംഗാളിൽ എന്താണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ ഐക്യത്തോടു കൂടി കഴിയുന്ന സ്ഥലമാണ് എന്ത് ഈ ബംഗാൾ എന്ന് പറയപ്പെടുന്ന സ്ഥലം. അപ്പൊ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഐക്യം എന്ത് ചെയ്യും? പിൽക്കാലത്ത് എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാർക്ക് എതിരെയാവുന്നു കണ്ട അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ ആയ ലോർഡ് കഴ്സൺ എന്ത് ചെയ്തു? 1905 ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, എന്ത് ഭരണ സൗകര്യത്തിന് വേണ്ടിയാണ് എന്ത് ബംഗാളിനെ വിഭജിക്കാൻ അദ്ദേഹം ഇറക്കിയ ഒരു പ്രസ്താവന. പക്ഷെ വാസ്തവത്തിൽ എന്താണ്, ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടിയാണ് എന്ത് അദ്ദേഹം ബംഗാൾ വിഭജിച്ചത്. അത് മനസ്സിലാക്കിയ ജനങ്ങൾ എന്ത് ചെയ്തു? പ്രതിഷേധം നടപ്പാക്കി. അപ്പൊ 905 എന്ത് ചെയ്തു? ലോർഡ് കഴ്സൺ എന്ത് ചെയ്തു? ബംഗാൾ വിഭജിച്ചു. 911 എന്ത് ചെയ്തു? അത് മറ്റൊരു വൈസ്രോയി എന്ത് ചെയ്തു? അതാ ബംഗാൾ വിഭജനം റദ്ദാക്കി. അപ്പൊ 911 ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജനം പിൻവലിക്കുന്നവരെ എന്താണ് സ്വദേശി പ്രസ്ഥാനം അല്ലെ പ്രതിഷേധങ്ങൾ ചെയ്തു തുടർന്നു പോയി എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും വലിയൊരു അല്ലെ അവര് നടപ്പാക്കിയ തീരുമാനം എന്നാണോ അവര് പിൻവലിക്കുന്നത്, അന്ന് വരെ എന്ത് ചെയ്യുക ഈ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ആരുടെ ലക്ഷ്യം അല്ലെ, ഇന്ത്യക്കാരുടെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ 911 ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജനം പിൻവലിക്കുന്നവരെ സ്വദേശി പ്രസ്ഥാനം പ്രതിഷേധങ്ങൾ എന്ത് ചെയ്തു തുടർന്നു പോയി എന്നാണ് പറയണത് അല്ലെ. അടുത്ത പോയിന്റ് പറയുന്നത് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ശക്തമായ കാലത്താണ് സ്വരാജ് എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം വരുന്നത് എന്നുള്ളത് അല്ലെ. ശ്രദ്ധിക്കുക, എന്താണ് സ്വദേശി മൂവ്മെന്റ് ആരംഭിച്ച ശക്തമായ കാലത്താണ് അല്ലെ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ആരംഭിച്ച് അതിന്റെ ഏറ്റവും ഉയർന്ന ലെവലെത്തിയ കാലത്താണ് എന്ത് സ്വരാജ്. സ്വരാജ് പറഞ്ഞെന്താ?
സ്വയംഭരണം അല്ലെങ്കിൽ ഹോം റൂള് അല്ലെ എന്ന മുദ്രാവാക്യം എവിടെ ഉയർന്നു വരുന്നത്? രാജ്യത്തുടനീളം ഉയർന്നു വരുന്നത്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇന്ത്യക്കാരെ ആചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 905 ഓഗസ്റ്റ് 7 സ്വദേശി മൂവ്മെന്റ് തുടങ്ങി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ അതിന്റെ സ്മരണയ്ക്കായിട്ട്, സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായിട്ട് എല്ലാ വർഷവും അല്ലെ, നമ്മളെല്ലാ വർഷവും ഓഗസ്റ്റ് 7 എന്ത് ചെയ്യുന്നുണ്ട്? ദേശീയ കൈത്തറി ദിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആചരിക്കുന്നുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കൈത്തറി ദിനം ആചരിക്കുന്നുണ്ട് എന്നാണ് പറയണത് അല്ലെ. അപ്പൊ ഇതാണെന്ത്? ഇത്രയും കാര്യങ്ങളാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി എന്താണ് ഇതിന്റെ ആദ്യ രൂപം അല്ലെ? ഈ പറയപ്പെടുന്ന നമ്മൾ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു അല്ലെ. ഈ സ്വദേശി പ്രസ്ഥാനത്തിന് എന്താണ്, എങ്ങനെയാണ് സ്വദേശി പ്രസ്ഥാനത്തിലേക്ക് കടക്കാനായ ഒരു ഘടകം എന്നാണ്, അല്ലെങ്കിൽ ആദ്യ രൂപം എങ്ങനെയെന്നാണ് പറയണത്. ഇതിനൊരു രൂപം ഉണ്ടാവണമല്ലോ, ഇല്ലാണ്ട് ഒരു പ്രസ്ഥാനം രൂപം കൊള്ളില്ല. അപ്പോ എല്ലാ പ്രസ്ഥാനത്തിനും എന്തുണ്ട്? ഒരു ചുവടുവയ്പ് ഉണ്ട്. ആ ചുവടുവയ്പ്പിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഓരോ പ്രസ്ഥാനവും തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോ അത്തരത്തിൽ എന്തുണ്ട്? ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് എന്തുണ്ട്? ഒരു ആദ്യ രൂപം ഉണ്ടായിട്ടുണ്ടെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമ്മളൊരു കൃത്യമായിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. 1871 to 72 ആ കാലഘട്ടം നോക്കിലേക്ക് കേട്ടോ. 1871 മുതൽ 72 കാലഘട്ടത്തിൽ അല്ലെ, ആ ഒരു കാലഘട്ടങ്ങളിൽ എന്താണ്? സിഖ് നാമധാരികളുടെ നേതാവായിരുന്ന അല്ലെ, സിഖ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ മതവിഭാഗം, അവരുടെ നേതാവായിരുന്ന ബാബാ രാം സിംഗ് അല്ലെ, നോട്ടിലേക്കുക. ബാബാ രാം സിംഗ് ആണെന്ത്? സ്വദേശി മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിച്ചുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? 1871 72 കാലഘട്ടത്തില് സിഖ് നാമധാരികളുടെ നേതാവായിരുന്ന ബാബാ രാം സിംഗ് ആണെന്ത്? സ്വദേശി മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് 905 ഓഗസ്റ്റ് 7 സ്വദേശി മൂവ്മെന്റ് ഇന്ത്യയിൽ രൂപം കൊണ്ടത് അല്ലെ. ഔദ്യോഗികമായിട്ടാണെന്ത് ഈ പറയപ്പെടുന്ന 905 ഓഗസ്റ്റ് 7 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ സ്വദേശി മൂവ്മെന്റ് രൂപം കൊള്ളുന്നത്. ഒഫീഷ്യലായിട്ട് അല്ലെ, അൺഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വദേശി മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപം കൊണ്ടുണ്ട്. കാരണം എന്താണ്? 1757 1757 ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ കിടന്നത് പ്ലാസി യുദ്ധത്തോടു കൂടി. അന്ന് മുതൽ നമ്മൾ സഹിച്ചുകൊണ്ടിരാണ് ആരെ? ഈ ബ്രിട്ടീഷുകാരെ സഹിച്ചു വരികയാണ് അല്ലെ. അപ്പോ 1871 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 1871 72 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യാണ്? കാലഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? സിഖ് നാമധാരികളുടെ നേതാവായിരുന്ന ബാബാ രാം സിംഗ് ആണെന്ത്? സ്വദേശി മൂവ്മെന്റിന് തുടക്കം കുറിച്ചതെന്ന് പറയണത് അല്ലെ. പിന്നെ എന്താ പറയുന്നത്? സ്വദേശി വസ്ത്രങ്ങൾ ധരിക്കാനോ അതുപോലെ എന്താണ് അല്ലെ, സ്വദേശി വസ്ത്രങ്ങൾ ധരിക്കാനോ ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിക്കാനോ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്താണ്? സ്വദേശി വസ്ത്രങ്ങൾ ധരിക്കാനും ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോ 1871 72 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബാബാ രാം സിംഗ് എന്ന് പറയപ്പെടുന്ന സിഖ് നേതാവ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അല്ലെ, ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. അദ്ദേഹം പറഞ്ഞെന്താണ് ഇന്ത്യക്കാരോട്? സ്വദേശി വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഉപയോഗിക്കുക അല്ലെ, പകരം എന്ത് ചെയ്യുക? ബ്രിട്ടീഷ് വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അത് എന്തോ ആയിക്കോട്ടെ, നമ്മള് അല്ലെ കറിയിൽ ഉപയോഗിക്കുന്ന ഉപ്പടക്കം എന്താണ്? അത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുവാണ്, എന്ത് ചെയ്യാം? നമ്മള് ബോയ്ക്കോട്ട് ചെയ്യണം. ഇത്ര അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യമായിട്ട് പറയണത്. അപ്പൊ അതാണ് അതിന്റെ ആദ്യ രൂപമായിട്ട് നമ്മൾ പറഞ്ഞത് അല്ലെ. ആദ്യ രൂപം നമുക്ക് എന്താണെന്ന് മനസ്സിലായിണ്ടാവും. ഇനി നമ്മൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്ക് കിടക്കുകയാണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാർ, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർ എന്തിനാണ് ബംഗാളിൽ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ചെറിയ വാചകമായിട്ട് പറഞ്ഞു. നമ്മൾ അതിന്റെ കൃത്യമായിട്ട് രേഖയിലേക്ക് കിടക്കുകയാണ് അല്ലെ. എന്താ മുകളിൽ കാണുന്നത്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെ, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം അല്ലെ. അപ്പോ ബംഗാളിനെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം അല്ലെ. ബംഗാളെ വിഭജിച്ചുകൊണ്ടാണല്ലോ എന്ത് ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജിച്ചുകൊണ്ടാണ് എന്ത് ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റ് ശക്തിപ്പെട്ടത് അല്ലെ. അപ്പൊ എന്താണ് ബ്രിട്ടീഷുകാര് ബംഗാൾ വിഭജിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത്? എന്താണ്? നമുക്ക് നോക്കാം അല്ലെ. 1905 അല്ലെ, 5 ചെയ്തു. അന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു അല്ലെ, പേര് നോട്ടിലേക്കുക, വർഷം നോട്ടിലേക്കുക. ലോർഡ് കഴ്സൺ അല്ലെങ്കിൽ കഴ്സൺ പ്രഭു എന്ത് ചെയ്തു? ബംഗാൾ വിഭജിക്കാൻ തീരുമാനിച്ചത് മുതൽ എന്ത് ചെയ്തു? ജനരോക്ഷം ശക്തമായി. അദ്ദേഹം അത് വിഭജിക്കുകയും ചെയ്തു അല്ലെ. 1905 ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു എന്ത് ചെയ്യാണ്? ബംഗാൾ വിഭജിക്കാൻ തീരുമാനിച്ചത് മുതൽ ജനരോക്ഷം ശക്തമായി എന്നാണ്
പറയണത്. എന്താണ് അദ്ദേഹം ബംഗാളിനെ വിഭജിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നോക്കാം അല്ലെ. ബംഗാളിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടെ കഴിയുക ആണെങ്കിൽ അവർ സംഘടിച്ച് സർക്കാർ പറഞ്ഞാരാ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യുമെന്നും അതുവഴി അധികാരം ദുർബലമാകുമെന്നും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ബംഗാൾ വിഭജിച്ച്. അപ്പൊ എന്തിനാ അവര് ബംഗാൾ വിഭജിച്ചത്? ബംഗാള് എന്ന് പറയപ്പെടുന്ന പ്രദേശം, പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനമായ ബംഗാൾ എന്ന് പറയപ്പെടുന്ന പ്രദേശം എന്താണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമയോടുകൂടി അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി കഴിയുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ ഒരു വേർതിരിവില്ല, അവര് സഹോദരന്മാരെ പോലെ കഴിയുന്ന സംസ്ഥാനമാണ്. അപ്പോ ഇവരുടെ ഐക്യം കണ്ട ആര്, കഴ്സൺ എന്താണ്, ഇവര് സംഘടിച്ച് എന്ത് ചെയ്യാണ്, സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുമെന്നും അതുവഴി അധികാരം ദുർബലമാകുമെന്നും ബ്രിട്ടീഷുകാര് മനസ്സിലാക്കി. അപ്പൊ അന്നത്തെ വൈസ്രോയി ആയ കഴ്സൺ എന്ത് ചെയ്യാതെ ഒരു പ്രഖ്യാപനം ഇറക്കി. എന്താണ്? ബംഗാളിനെ ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്യുക, വിഭജിക്കുക. ഇതേ തന്ത്രമാണ് എന്ത് ചെയ്തത് 947 ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയെ വിഭജിച്ച് എന്ത് ചെയ്തു, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളാക്കി എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ പോയി അവർക്ക് അതിനെ കുറിച്ച് പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉണ്ടായത് മൊത്തം എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ത് ചെയ്തു, ഈ പോലെ പാകിസ്ഥാനിലായി ഇപ്പൊ ബ്രിട്ടനും ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും എന്താണ്, പരസ്പര വൈരാഗ്യങ്ങളെ പോലെ കഴിയാണ് അപ്പോ എന്താണ്, ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എന്ത് ചെയ്യാണ്, വിഘടിച്ച് ഭരിപ്പിക്കുക അല്ലെങ്കിൽ എന്താണ് അടികൂടി ഭരിപ്പിക്കുന്ന നയമാണ് ആര് നടപ്പാക്കിയിരുന്നത്? ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിരുന്നത്. അപ്പോ ഇവരെന്തെങ്കിലും സംഘടിച്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അത് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുമെന്നും അതുവഴി അധികാരം ദുർബലമാകുമെന്ന് ആര് വിചാരിച്ചിരുന്നു? ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് എന്ത് അവര് ബംഗാൾ വിഭജിച്ചത്. ഇത് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി രൂപം നൽകി. അപ്പൊ ഇതാണ് എന്ത് ബംഗാൾ വിഭജനവും ബംഗാൾ വിഭജനത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം രൂപപ്പെടാൻ കാരണമായതെന്നാണ് പറയണത്. നോക്കുക, ഇതിന്റെ അടിസ്ഥാനത്തില് പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ സംഘടിക്കുകയും വിദേശ വസ്ത്രങ്ങൾ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ സംഘടിക്കുകയും വിദേശ വസ്ത്രങ്ങൾ മറ്റും അഗ്നിക്കിരയാക്കുകയും വിദേശ വസ്തുക്കൾ ലഭിക്കുന്ന കടകൾ ഉപരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ബംഗാൾ വിഭജന പരമാവധി ചെയ്തു ഇന്ത്യയിലെ സർവ്വസാധാരണ ജനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്ത് ചെയ്തു, അവര് ജനങ്ങൾ സംഘടിച്ചു, ഒത്തുകൂടാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, മറ്റും തെരുവുകൾ എന്ത് ചെയ്യുക, അഗ്നിക്കിരയാക്കുക തീയിട്ട് നശിപ്പിക്കുക. അതുപോലെ വിദേശ വസ്തുക്കൾ ലഭിക്കുന്ന കടകൾ എന്ത് ചെയ്യുക, ഉപരോധിക്കപ്പെടുക. ബംഗാളിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ആരംഭിച്ചു. ഈ പ്രസ്ഥാനം വന്ദേ മാതര പ്രസ്ഥാനം എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് നോക്കി നോക്കൂ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സവിശേഷത നോക്കി നോക്കൂ. ബംഗാൾ വിഭജിച്ച് എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ജനങ്ങൾ പൊതുസ്ഥലങ്ങളിൽ സംഘടിച്ചു അല്ലെങ്കിൽ ഒത്തുകൂടി മാത്രമല്ല എന്താണ്, തെരുവിൽ എന്ത് ചെയ്തു, വിദേശ വസ്ത്രങ്ങൾ വാങ്ങി ചെയ്തു വിദേശ വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് തെരുവിലിട്ട് പച്ചയ്ക്ക് കത്തിച്ചു മാത്രമല്ല എന്താണ്, ഇനി ഏതേലും വിദേശ വസ്തുക്കൾ ലഭിക്കുന്ന കടകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവയെ ഉപരോധിക്കപ്പെടുകയും ചെയ്തു അപ്പോ ബംഗാൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കോ ആരംഭിച്ചു. ഈ പ്രസ്ഥാനം എന്താണ് മറ്റൊരു പേരിലും അറിയപ്പെട്ടിരുന്നത് എന്താണ്, വന്ദേ മാതര പ്രസ്ഥാനം എന്ന പേരിലോ അറിയപ്പെട്ടു. ഇപ്പൊ നമ്മൾ 3 പേരിലാണ് ഈ പ്രസ്ഥാനം അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? 1 സ്വദേശി മൂവ്മെന്റ്, 2 ബോയ്ക്കോട്ട് മൂവ്മെന്റ്, 3 വന്ദേ മാതര പ്രസ്ഥാനം ഈ ഒരു 3 പേരിലാണെന്ത് ഈ ഒരു പ്രസ്ഥാനം അറിയപ്പെടുന്നത്. അപ്പൊ അത്രയും എന്താണ് വലിയൊരു മാസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ബഹുജന മുന്നേറ്റ പ്രസ്ഥാനമാണെന്ത് ഈ പറയപ്പെടുന്ന നമ്മുടെ സ്വദേശി മൂവ്മെന്റ്. നീ നോക്കി നോക്കൂ, നമ്മളൊരു പ്രധാനപ്പെട്ട ചിത്രം കാണുന്നുണ്ട് എന്താ ചിത്രം? ഇതാണ് ബംഗാള് ഇന്ത്യയിലെ സമ്പൽ സമൃദ്ധമായ പ്രദേശമാണെന്ത് ബംഗാൾ എന്ന് പറയപ്പെടുന്ന പ്രദേശം നോക്കി നോക്കൂ, ഏതൊക്കെ പ്രദേശങ്ങൾ വരുന്നുണ്ട്? നമ്മൾ ആ മാപ്പ് നോക്കി കഴിഞ്ഞാൽ അറിയാം യുണൈറ്റഡ് പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ്, നേപ്പാൾ, സിക്കിം, ഭൂട്ടാൻ തുടങ്ങിയ ചെറിയ രാജ്യങ്ങള് ഫോണ്ടിയർ, ഈസ്റ്റേൺ ബംഗാളിന്റെ ആസാം, ഈസ്റ്റേൺ ബംഗാള്, വെസ്റ്റേൺ ബംഗാള് ഇങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന ഒരു ബംഗാളാണെന്ത് നമുക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ കയ്യിൽ വെസ്റ്റേൺ ബംഗാൾ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, 947 ലോർഡ് മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്തു, ഇന്ത്യയെ വിഭജിച്ചു. ആ വിഭജിച്ച സംസ്ഥാനത്ത് ഫലമായിട്ട് എന്ത് ചെയ്തു, ഈസ്റ്റേൺ ബംഗാൾ എവിടേക്ക് പോയി, ഈസ്റ്റേൺ ബംഗാളും പഞ്ചാബിന്റെ കുറച്ച് ഭാഗങ്ങൾ എവിടേക്ക് പോയി, പാകിസ്ഥാനിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ കയ്യിൽ വെസ്റ്റേൺ ബംഗാൾ മാത്രമേ ഉള്ളൂ. അപ്പോ
ഇന്ത്യയിൽ വിഭജനം നടക്കുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ബംഗാളിന്റെ ചിത്രമാണെന്ത് ഇത്. ഇതിൽ ഈസ്റ്റേൺ ബംഗാൾ എന്ന് പറയപ്പെടുന്നത് എന്താണ്? മുസ്ലിം മെജോറിറ്റി ഉള്ള പ്രദേശമാണ്. വെസ്റ്റേൺ ബംഗാൾ പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി ഉള്ള പ്രദേശമാണ്. നമ്മൾ ആ കളർ ഉണ്ടല്ലേ, ഈ പച്ച എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റേൺ ബംഗാൾ ആണ് അല്ലെ. അതായത് ഹിന്ദു അല്ലെ, ഹിന്ദു ജനങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലം. രണ്ടാമത് എന്താണ്? ഈസ്റ്റേൺ ബംഗാൾ അല്ലെ, ഒരു ഒരു ലൈറ്റ് അല്ലെ മഞ്ഞ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് കളറുള്ള സ്ഥലമാണെന്ത്? ഈസ്റ്റേൺ ബംഗാൾ. ഇവിടെ മുസ്ലിങ്ങളാണെന്ത് കൂടുതൽ താമസിക്കുന്നത്. അപ്പോ ഈ ഒരു ഐക്യം കണ്ട പേഴ്സൺ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, നാളെ അത് എന്ത് ചെയ്യും, തങ്ങൾക്ക് ദോഷം ചെയ്യും അല്ലെ. അവരെന്ത് ചെയ്യും, സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുമെന്നും അല്ലെ, അതെന്ത് ചെയ്യും, സർക്കാരിന്റെ അധികാരത്തെ ദുർബലമാക്കുമെന്നും ഏത് നിമിഷവും എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യ വിട്ട് ആര് പോകേണ്ടി വരും, ബ്രിട്ടീഷുകാർ പോകേണ്ടി വരും എന്നുള്ള ഭയം എന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷുകാരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ലോർഡ് കഴ്സൺ കണ്ടോ, ഒരു പിക്ചർ ഉണ്ടല്ലേ, ഇതാണ് ലോർഡ് കഴ്സൺ എന്ന് പറയപ്പെടുന്ന ആള് അല്ലെ. ഈ ലോർഡ് കഴ്സൺ എന്ത് ചെയ്യാണ് അല്ലെ, ബംഗാളിനെ രണ്ടായിട്ട് വിഭജിച്ചു. എന്താ വിഭജിച്ചതിന്റെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താ അല്ലെ, ഇന്ത്യയിലെ ഭരണ സൗകര്യത്തിന് വേണ്ടിയാണെന്ത് ബ്രിട്ടീഷുകാര് ബംഗാളിനെ വിഭജിച്ചെന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ ചിത്രം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക, അതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമുക്കിത് പ്രചരണം അല്ലെ, അതായത് നമ്മൾ പറഞ്ഞ പ്രചരണം പറഞ്ഞ എന്താ, ഈ സ്വദേശി മൂവ്മെന്റിന്റെ പ്രചരണം എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കണത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബംഗാൾ വിഭജനത്തിനെതിരെ എന്ത് ചെയ്തു ജനങ്ങള് അല്ലെ, എന്ത് ചെയ്തു, സമരങ്ങളും മറ്റും ഉണ്ടാക്കി. അപ്പോ ആ സമരങ്ങളും മറ്റും എങ്ങനെയാണ് പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ ഏത് അല്ലെ സമൂഹ മാധ്യമങ്ങൾ വഴി. സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞാൽ അന്ന് എന്തില്ല, അന്ന് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ. അപ്പൊ അന്ന് എന്താണ് മാർഗം, ന്യൂസ് പേപ്പറുകൾ അല്ലെ. ആ ന്യൂസ് പേപ്പറുകൾ വഴി എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് ഭരണത്തിന്റെ നെറികേട് എന്ത് ചെയ്യുക, എടുത്ത് പുറത്തു കൊണ്ടുവരിക. അപ്പോ അതിന്റെ പ്രചരണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, സ്വദേശിമന്റെ പ്രചരണത്തെ കുറിച്ചിട്ട്. നമ്മളൊരു ഇവിടെ ഇത് കണ്ടില്ലേ, ഒരു പേപ്പർ കട്ടിങ് കണ്ടില്ലേ, അതിൽ നോക്കി നോക്ക് എന്താ കൊടുത്തിരിക്കുന്നത് അല്ലെ. മുകളിൽ കുറച്ച് അല്ലെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, വർഷം കൊടുത്തിട്ടുണ്ട് അല്ലെ. അതില് മുകളിൽ നമുക്ക് അത്ര വൃത്തിയായിട്ട് കാണുന്നില്ല, ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതൊക്കെ ഒരു പേപ്പർ കട്ടിങ്ങിന്റെ ഇതാണ് തോന്നുന്നു അല്ലെ. ഡേറ്റ് ജൂലൈ ഡേറ്റ് കാണുന്നുണ്ട്, സാറ്റർഡേയും കാണുന്നുണ്ട് അല്ലെ, കുറച്ച് ഒരു വർഷവും കാണുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാല് ഈ ബ്ലർ ആയിട്ടാണ് കാണുന്നത്. നോക്കി നോക്കൂ, ഒരു പേപ്പർ കട്ടിങ്ങിന് വന്ന വാർത്തയാണ്. എന്താണ്, ബോയ്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത് അല്ലെ, എന്താണ്, വിദേശ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക അല്ലെ. ബോൺഫയർ ഓഫ് ഫോറിൻ ക്ലോത്ത് അല്ലെ, അഗ്നിക്കിരയാക്കുക അല്ലെ, അഗ്നിക്കിരയാക്കുക അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. മഹാത്മാഗാന്ധിജി അല്ലെ, അങ്ങനെ കുറച്ച് അല്ലെ, ലോകമാന്യ തിലക് തുടങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന അല്ലെ സംരംഭത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, നേതൃത്വം കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് കുറച്ച് കണ്ടു അല്ലെ. അതുപോലെ എന്താണ് അല്ലെ, സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഈസ് മെയ്ഡ് ഫോർ ലേഡീസ് ആൻഡ് ചിൽഡ്രൻ അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കട്ടിങ്ങില് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണെന്ത്, ഇങ്ങനെയാണെന്ത് ഇന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചരണം നടന്നിട്ടുള്ളത്. ഇനി അടി നോക്കി നോക്കൂ, വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് 921 ജൂലൈ 30 ദി ബോംബെ ക്രോണിക്കിൾ പത്രത്തിൽ വന്ന വാർത്ത. അത് നമ്മൾ കണ്ടു, മുകളിൽ കണ്ടു അല്ലെ, എന്തോ ഒരു ഇത് നമ്മൾ ബ്ലറാ പറഞ്ഞു. അപ്പൊ വിദേശ വസ്ത്രങ്ങളുടെ ബഹിഷ്കരണം, അതായത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളുടെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ടെന്നാണ് 921 ജൂലൈ 30 ബോംബെ ക്രോണിക്കിൾ അല്ലെ, ബോംബെ എന്ന് പറയപ്പെടുന്ന ഒരു ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയാണെന്ത് നമ്മളിവിടെ കണ്ടത്. അപ്പൊ ഇങ്ങനെയാണെന്ത് അല്ലെ, ഇന്ത്യയില് എന്താണ് ഫോറിൻ ഗുഡ്സ് അല്ലെങ്കിൽ ഫോറിൻ അല്ല ഐറ്റംസിനെതിരെ എന്ത് ചെയ്യാണ്, ബോയ്ക്കോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവന എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യക്കാർ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാണെന്ത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രചരണമായിട്ട് പറഞ്ഞത്. അതായത് അന്നത്തെ മാധ്യമങ്ങളോട് എന്ത് ചെയ്തു, പ്രചരിപ്പിച്ചു എന്ത് അല്ലെ, ബ്രിട്ടീഷ് വസ്തുക്കൾ വാങ്ങാനോ ഉപയോഗിക്കാനോ മറ്റു കാര്യങ്ങളോ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം എന്ത് ചെയ്യാണ്, ജനങ്ങളിലേക്ക് എത്തണം അല്ലെ. നമ്മൾ എല്ലാ ജനങ്ങളിലേക്ക് എത്തില്ല അല്ലെ, നമ്മളെല്ലാ ജനങ്ങളിലേക്ക് എത്തുവോ, എത്തില്ല. അപ്പോ എന്ത് ചെയ്യാ, ജനങ്ങളിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താ, ഇതേപോലുള്ള മാധ്യമങ്ങൾ വഴി എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുക. മാധ്യമങ്ങൾ എന്ത് ചെയ്യും, ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടും, അവരത് വായിക്കും അല്ലെ, അവരവരെ പ്രതികരണം എന്ത് ചെയ്യും, ചർച്ച ചെയ്യും, പിന്നീട് എന്ത് ചെയ്യും, അത് പ്രതിഷേധമായിട്ട് കണക്കും. അപ്പോ ഇത്തരം കാര്യങ്ങളാണെന്ത് നമ്മൾ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയണത്.
നമ്മൾ അടുത്ത് നോക്കി നോക്കൂ അല്ലെ, എന്താ അവര് കാണുന്നത്? നമ്മളിപ്പോ സ്വദേശി മൂവ്മെന്റ് കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് വസ്തുക്കള് അല്ലെ എന്താണ് ബോയ്ക്കോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഇതിനെതിരെ എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രതികരണം അല്ലെ? നമുക്കത് നോക്കണം. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിച്ചത്, എങ്ങനെയാണ് അല്ലെ? ഇപ്പൊ സ്വദേശി മൂവ്മെന്റ് നമ്മൾ ഇതിന് രൂപം കൊണ്ട് പറഞ്ഞു. അതായത് ബംഗാൾ വിഭജിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റ് ശക്തിപ്പെട്ടു അല്ലെ. അപ്പൊ ഈ സ്വദേശി മൂവ്മെന്റ് ഏറെ കാലം മുന്നോട്ട് പോയിരുന്നോ അല്ലെ? നമ്മൾ അറിയണം. എന്താണ് 905 തുടങ്ങി 911 ബംഗാൾ വിഭജനം അല്ലെ പിൻവലിക്കുന്നവർ എന്ത് ചെയ്തു? ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു? ഈ പറ പോലെ എന്താണ് സ്വദേശി മൂവ്മെന്റ് മുന്നോട്ട് പോയി അല്ലെ. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? സ്വദേശി മൂവ്മെന്റ് അല്ലെ പല ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ പല വേർഷനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തിനുടനീളം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോ ഇതിനെതിരെ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രതികരണം? അല്ലെങ്കിൽ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം, മഹത്തായ ജനകീയ പ്രസ്ഥാനം ഇന്ത്യയില് കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഒരു പ്രതികരണം? അല്ലെങ്കിൽ എന്താണ് അല്ലെ ഒരു നമ്മൾ എന്താ പറയുക അല്ലെ ഒരു പ്രതിഷേധം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താ അതിന് പറയുന്നത് ഒന്നാമത് അല്ലെ? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു നോക്കൂ. ജനങ്ങളില് ദേശസ്നേഹം വരാതിരിക്കാൻ അല്ലെങ്കിൽ വളരാതിരിക്കാൻ എന്ത് ചെയ്തു? വന്ദേ മാതരം പോലുള്ള ഗാനങ്ങൾ നിരോധിച്ചു അല്ലെ. അതാണ് എന്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത്. എന്താണ് ജനങ്ങൾക്ക് ദേശസ്നേഹം എങ്ങനെ വരിക? വന്ദേ മാതരം തുടങ്ങിയ ദേശീയ ഗീതങ്ങള് അല്ലെ ആലപിക്കുമ്പോഴാണെന്ത് അവർക്ക് തോന്നുന്നത് വി ആർ ഇന്ത്യൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് നമ്മളെല്ലാം ഇന്ത്യക്കാരെന്നുള്ള ബോധം അപ്പോഴാണ് വരുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും അവര്? വിദേശ വസ്തുക്കളോ അല്ലെങ്കിൽ വിദേശ വസ്ത്രങ്ങളോ ബഹിഷ്കരിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് തയ്യാറാവും അല്ലെ. അപ്പൊ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്തു? ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷുകാര് രാജ്യത്ത് എന്ത് ചെയ്യാണ് അല്ലെ വന്ദേ മാതരം പോലുള്ള പാട്രിയോട്ട് സോങ്ങുകൾ അല്ലെങ്കിൽ എന്താണ് ദേശീയ ഭക്തി ഗാനങ്ങൾ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ രാജ്യസ്നേഹം വളരുന്ന ഗാനങ്ങൾ എന്ത് ചെയ്യാണ് അല്ലെ ആലപിക്കാൻ അല്ലെ ജനങ്ങളെ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള ഗാനങ്ങൾ ഇത് നിരോധിച്ചു. അതാണ് ഒരു ഒന്നാമത്തെ പ്രതികരണമായിട്ട് പറഞ്ഞത് അല്ലെ. രണ്ടാമത്തെ പോലെ എന്താണ്? സ്വദേശി നേതാക്കളെ ജയിലടച്ചു അല്ലെ. ആരൊക്കെയാണോ സ്വദേശി പ്രസ്ഥാനത്തിന് അല്ലെ പാർട്ടിസിപ്പേഷൻ ചെയ്യണത് അല്ലെ, അല്ലെങ്കിൽ അതിന് ആരൊക്കെയാണോ ഗുഡ് ലീഡർഷിപ്പ് കൊടുക്കുന്നത് അവരെന്ത് ചെയ്യുക? ജയിലടക്കുക. അപ്പൊ നേതാക്കന്മാർ ജയിലടച്ചാൽ എന്ത് ചെയ്യും? ഈ പറയപ്പെടുന്ന സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? അവർ പരിഭ്രാന്തിയാവും അല്ലെ. ഇനി ആരാണ് തങ്ങളെ നയിക്കുക എന്നുള്ള ഒരു തോട്ട് വരും. അപ്പൊ അത് എന്താണ് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വദേശി നേതാക്കൾ എന്ത് ചെയ്യുക? ജയിലടക്കിയ വഴി എന്ത് ചെയ്യുക? സ്വദേശി പ്രസ്ഥാനത്തിനെ അടിച്ചമർത്താൻ എന്ത് ചെയ്തു? അവര് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സ്വദേശി നേതാക്കളെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായി അല്ലെ. അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥര് അല്ലെ, ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ എന്താണ് അവര് സമരത്തിന് ഇറങ്ങിയ വിചാരിച്ചോ, പകരം ചെയ്യുന്നുണ്ട് അവര് ഇൻഡയറക്റ്റ് ആയിട്ട് ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ പറയപ്പെടുന്ന സ്വദേശി നേതാക്കളെയും സ്വദേശി പ്രസ്ഥാനത്തെയും സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കെതിരെ എന്ത് ചെയ്യുക? കർശനമായ നടപടികൾ എടുക്കുക അല്ലെ. ഒന്നിനും ശമ്പളം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജോലിഭാരം കൂട്ടുക, അല്ലെങ്കിൽ എന്താണ് സസ്പെൻഷൻ, ഡിസിഷൻ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക അല്ലെ ചെയ്യുക. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട പ്രതികരണമായിട്ട് പറഞ്ഞത്. എന്തൊക്കെയാണെന്ന് കൂടി പറയാ. ജനങ്ങളെ ദേശസ്നേഹം വളരാതിരിക്കാൻ എന്ത് ചെയ്യുക? വന്ദേ മാതരം പോലുള്ള ഗാനങ്ങൾ എന്ത് ചെയ്യുക? നിരോധിക്കുക. രണ്ടാമത് എന്താണ്? സ്വദേശി നേതാക്കളെ ജയിലടയ്ക്കുക. മൂന്ന് എന്താണ്? സ്വദേശി നേതാക്കളെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് ചെയ്യുക? ശക്തമായ നടപടികള് തുടങ്ങുക. ഇതാണ് ബ്രിട്ടീഷുകാരുടെ എന്താണ് സ്വദേശി പ്രസ്ഥാനത്തിനെതിരെയുള്ള ഒരു എന്താണ് ഒരു പ്രതികരണമായിട്ട് പറയണത്. അല്ലെങ്കിൽ എന്താ ചെയ്യുക? സ്വദേശി പ്രസ്ഥാനത്തെ വളരാതിരിക്കാൻ ബ്രിട്ടീഷുകാർ കാണിച്ച ഒരു നടപടിയായിട്ട് പറയണത്. അപ്പൊ നമ്മൾ എന്താ സ്വദേശി പ്രസ്ഥാനം പറഞ്ഞു അല്ല, അതിന് ആദ്യ രൂപം പറഞ്ഞു. എന്താ കാരണങ്ങളാണെന്ത് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ രൂപപ്പെട്ടത് അല്ലെ. പാർട്ടീഷൻ ഓഫ് ബംഗാൾ പറഞ്ഞു. ബംഗാൾ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ രൂപം കൊണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. ബ്രിട്ടീഷുകാരുടെ പ്രതികരണം പറഞ്ഞു, ഇല്ലെങ്കിൽ അതിന്റെ പ്രചരണങ്ങൾ പറഞ്ഞു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ, അല്ലെങ്കിൽ എന്താണ് അല്ലെ എന്താ പറയാ പേപ്പറിലൂടെയും മറ്റ് വാർത്തകളിലൂടെയും അല്ലെ സ്വദേശി മൂവ്മെന്റിന് കിട്ടിയ പ്രചരണം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഈ ഒരു സ്വദേശി മൂവ്മെന്റിന് 5 ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ 5 ഘട്ടങ്ങളുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കുന്നത് അല്ലെ. 5 സ്റ്റേജസ് ഓഫ് സ്വദേശി മൂവ്മെന്റ് അല്ലെ. അപ്പോ ഈ സ്വദേശി മൂവ്മെന്റ് എന്തുണ്ട്? 5 ഘട്ടങ്ങളിലൂടെയാണ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് ആദ്യ രൂപം പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് 905 ഔദ്യോഗികമായിട്ട് എന്തുണ്ടാവണത്? സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് എന്തിന്റെ അടിസ്ഥാനത്തില്? ബംഗാൾ വിഭജിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായിട്ട് 905 ഓഗസ്റ്റ് 7 ഇന്ത്യയില് സ്വദേശി മൂവ്മെന്റ് രൂപം കൊള്ളുന്നത് അല്ലെ. നമ്മൾ അതിന് മുന്നേ പറഞ്ഞു എന്താണ് ആദ്യ രൂപം ആരാണ്? സിഖ് നേതാവായ ബാബ രാംദേവ് അല്ലെ, ബാബ രാം സിംഗ് അല്ലെ. ബാബ രാം സിംഗ് എന്ന് പറയപ്പെടുന്ന സിഖ് നാമധാരിയാണെന്ത് 1871-72 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നത്? ഈ പറയപ്പെടുന്ന സ്വദേശി പ്രസ്ഥാനത്തിന്
അനൗദ്യോഗികമായി അല്ലെ അൺഒഫീഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണത് തുടക്കം കുറിക്കുന്നത്. 905 ഔദ്യോഗികമായെങ്കിൽ 871 എന്താണ് അനൗദ്യോഗികമായിട്ടാണ് രൂപപ്പെട്ടുള്ളത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ എന്നാണ് അല്ലെങ്കിൽ 5 സ്റ്റേജുകൾ എന്നാണെന്ത് നമ്മുടെ ക്ലാസ്സില് പറയുന്നത് അല്ലെ. എല്ലാം ബോലയുടെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യക്കാരായ ഒരാളുടെ അഭിപ്രായം ഒരു ചിന്തകൻ പറയാണ് എന്താണ് എല്ലാം ബോലയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തെ 5 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 5 സ്റ്റേജുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് എല്ലാം ബോയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തെ എന്ത് ചെയ്തിട്ടുണ്ട് 5 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ നമുക്ക് നോക്കാം അല്ലെ. എന്താണ് ഒന്നാമത്തെ ഘട്ടം അല്ലെ. ബോളയുടെ അഭിപ്രായത്തിൽ പറഞ്ഞു എന്താണ് ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തിന് 5 ഘട്ടങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഘട്ടം എന്താന്നാ ചോദിക്കേണ്ടത് അല്ലെ. 1850 മുതൽ 904 വരെ നോട്ടി കേട്ടോ. എന്താണ് 1850. നമ്മള് ബാബ രാംസിംഗ് എന്ന് പറയപ്പെടുന്ന ആൾ എന്താ തുടങ്ങുന്നത് 1871 എന്ത് അനൗദ്യോഗികമായിട്ട് തുടങ്ങുന്നത്. അപ്പോ 871 മുമ്പ് തന്നെ എന്തുണ്ട് 850 മുതൽ 904 വരെ അല്ലെ. ബംഗാൾ വിഭജനത്തിന് തൊട്ട് മുന്നുള്ള വർഷം വരെ എന്ത് ചെയ്താണ് ഒരു ഘട്ടമായിട്ട് വരുന്നുണ്ട്. അപ്പൊ 1850 മുതൽ 904 വരെയാണ് എന്ത് ഒരു ഘട്ടമായിട്ട് പറയണത് അല്ലെ. ആ ഘട്ടത്തിൽ എന്തൊക്കെയാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ അതായത് GK ഗോഖലെ, BG തിലക് അതായത് ബാലഗംഗാധര തിലകൻ, VV ജോഷ് അല്ലെ VV ജോഷി, ബസന്ത് K നിഗോനി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒന്നാം സ്വദേശി മുന്നേറ്റം. എന്താണ് 1850 മുതൽ 904 വരെ അല്ലെ. ആരുടെ കീഴില് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, BG തിലക്, VV ജോഷി, ബസന്ത് K നിഗോനി എന്നിവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒന്നാം സ്വദേശി മുന്നേറ്റം. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ് ആയിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേജ് പറഞ്ഞത് എന്താണ് അല്ലെ 905 മുതൽ 917 വരെ അല്ലെ. 905 ബംഗാൾ എന്ത് ചെയ്യാണ് കഴ്സൺ വിഭജിച്ചു പറഞ്ഞു. അപ്പൊ 905 മുതൽ 917 വരെ അല്ലെ. 917 എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം. അപ്പോ 905 മുതൽ 917 വരെ ഏകദേശം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം വരെ അല്ലെ. അവസാന ഘട്ടമായപ്പോഴേക്കും ആ ഒരു കാലഘട്ടമാണ് രണ്ടാമത്തെ സ്വദേശി മുന്നേറ്റമായിട്ട് പറഞ്ഞത്. എന്താണ് 905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചപ്പോൾ ആരംഭിച്ച രണ്ടാം മുന്നേറ്റം അല്ലെ. 905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചപ്പോൾ ആരംഭിച്ച രണ്ടാം മുന്നേറ്റം. ഈ ഒരു മുന്നേറ്റത്താണ് എന്താ പറയുക നമ്മള് അല്ലെ ഔദ്യോഗികമായുള്ള സ്വദേശി പ്രസ്ഥാനത്തിന്റെ സ്ഥാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ഔദ്യോഗികമായി ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട ഒരു ഘട്ടം എന്ന് പറഞ്ഞ ഏതാണ് രണ്ടാം മുന്നേറ്റത്തെയാണ് പറയണത് അല്ലെ. മൂന്നെന്താണ് 918 മുതൽ 947 വരെ അല്ലെ. അതായത് 947 പറഞ്ഞാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം വരെ 918 മുതൽ 947 വരെ അല്ലെ. അതാണ് നമ്മൾ നേരത്തെ കണ്ടു 1921 ബോംബെ ക്രോണിക്കിളില് ഒരു പത്രവാർത്ത കണ്ടു അല്ലെ. അപ്പൊ 918 മുതൽ 947 വരെ എന്താണ് ഉള്ള ഒരു മുന്നേറ്റം അല്ലെ. ഇന്ത്യൻ വ്യവസായികൾക്കൊപ്പം ഗാന്ധിജി രൂപം നൽകിയ സ്വദേശി ആശയം അല്ലെ. വ്യവസായികൾക്ക് എന്ത് ചെയ്യാ ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുക. ബ്രിട്ടീഷ് വ്യവസായങ്ങളെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്ത് ചെയ്യുക അവയെ റിജക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് എന്ത് ചെയ്യുക കൂടുതൽ പ്രൊമോട്ട് കൊടുക്കുക. അപ്പൊ മൂന്നാമത്തെ ഘട്ടം എന്താണ് 918 മുതൽ 947 വരെ ഇന്ത്യൻ വ്യവസായികൾക്കൊപ്പം ഗാന്ധിജി രൂപം നൽകിയ സ്വദേശി മുന്നേറ്റം. ഇതിനെ മൂന്നാം സ്വദേശി മുന്നേറ്റം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നാലെന്താണ് 4 അല്ലെ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ വിട്ടു പോയി 948 മുതൽ 991 വരെ. 947 എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി അല്ലെ. 948 മുതൽ 991 വരെ അതായത് ഇന്ത്യക്കാർ എന്ത് ചെയ്യാ സ്വന്തം അല്ലെ അതായത് സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ചിന്താഗതിയോട് കൂടി എന്ത് ചെയ്താണ് തുടങ്ങിയ മുന്നേറ്റമാണ് എന്ത് 948 മുതൽ 991 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എന്താ വെച്ചാൽ ലൈസൻസ് പെർമിറ്റ് അല്ലെ അതായത് ലൈസൻസ് പെർമിറ്റ് ആദ്യ കാലഘട്ടം എന്ന പേരിലാണ് എന്ത് അറിയപ്പെടുക. അതായത് ലൈസൻസ് സമ്പ്രദായം അല്ലെ. അതായത് പ്രൈവറ്റ് വ്യക്തികളും ഉണ്ടാവും ഗവൺമെന്റ് വ്യക്തികളും ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാ പ്രൈവറ്റ് ആൾക്ക് എന്ത് ചെയ്യാ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അല്ലെ സ്വകാര്യ ആളുകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. പകരം എന്ത് ചെയ്യുന്നുണ്ട് പകരം അവരുടെ മേലെ ഒരു പിടുത്തം അല്ലെങ്കിൽ ഒരു അല്ലെ ഒരു എന്താ നമ്മള് ഒരു മുറുക്കം കൂടി ആര് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. പ്രൈവറ്റ് വ്യക്തികൾക്ക് പ്രവർത്തിക്കുക എന്നാൽ എന്താണ് ആരുടെ അണ്ടറിലാ പ്രവർത്തിക്കുക ഗവൺമെന്റ് അണ്ടറിൽ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെയാണ് എന്താ പറയാ ലൈസൻസ് പെർമിറ്റ് രാജ് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ 948 മുതൽ 991 വരെയുള്ള നാലാമത്തെ സ്വദേശി കാലഘട്ടം. ലാസ്റ്റ് വണ്ണാണെന്ത് 5 അല്ലെ 990 മുതൽ എന്താണ്
പുത്തൻ സാമ്പത്തിക നയവും ആഗോളവൽക്കരണവും അല്ലെ, ന്യൂ എക്കണോമിക് പോളിസി ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ ഒരു കാലഘട്ടം. അപ്പോ ഇങ്ങനെ 5 ഘട്ടങ്ങളാണെന്ത് ഇന്ത്യൻ സ്വദേശി പ്രസ്ഥാനത്തിനുള്ളത് എന്നാണ് ആര് പറയണത്, അല്ലെ, LM ബോലെ എന്ന് പറയപ്പെടുന്ന വ്യക്തി പറയണത്. ഇതില് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ന് വെച്ചാല് ഈ 3 കാലഘട്ടം 1850 മുതൽ 904 വരെയുള്ള കാലഘട്ടം, 905 മുതൽ 917 വരെയുള്ള കാലഘട്ടം, 918 മുതൽ 947 വരെ കാലഘട്ടം. ഇതാണെന്ത് പ്രധാനമായിട്ടും അല്ലെ, ബാക്കി രണ്ടും പഠിക്കേണ്ടതെന്നല്ല നമ്മൾ പറഞ്ഞത്, ഇല്ലെങ്കിൽ ബാക്കി രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നല്ല പറഞ്ഞത്. ഈ ഒരു 3 കാലഘട്ടമാണെന്ത് ഇന്ത്യയിലെ സ്വദേശി മൂവ്മെന്റ് ശക്തമായി രൂപപ്പെട്ട കാലഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നത് പറയണത്. ഇപ്പോ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് ഇന്ത്യയിലെ സ്വദേശി പ്രസ്ഥാനം അല്ലെ, സ്വദേശി പ്രസ്ഥാനം എന്താന്ന് പറഞ്ഞു. അല്ലെ, സ്വദേശി മൂവ്മെന്റ് എന്താ പറഞ്ഞു, എന്നാ തുടങ്ങിയ വർഷം 905 ഇതിനെ വേറെ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ബോയ്ക്കോട്ട് മൂവ്മെന്റ്, അതായത് അല്ലെ ബഹിഷ്കരണ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ചിത്രം കാണിച്ചു തന്നു അല്ലെ, ആ ചിത്രം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചെന്ന് വെച്ചാല് ആ പിക്ചർ കൂടി നിങ്ങളുടെ മനസ്സിൽ പതിയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കും. നമ്മുടെ തിയറി മാത്രം അല്ലെങ്കിൽ പോയിന്റ്സ് മാത്രം പറഞ്ഞു നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഓർക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് എന്ത് നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കൂടി കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും, ഒന്നുകൂടി പെട്ടെന്ന് നിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്താണ് സ്വദേശി മൂവ്മെന്റ് പറഞ്ഞു, വർഷം പറഞ്ഞു, എന്താണ് സ്വദേശി പറഞ്ഞു, എന്താണ് അല്ലെ സ്വന്തം വസ്തുക്കൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക അല്ലെ, സ്വന്തം വസ്തുക്കൾ ഉപയോഗിക്കുക, അതുപോലെ എന്ത് ചെയ്യുക ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക അല്ലെ, നമ്മുടെ ഉൽപാദനം എന്ത് ചെയ്യുക കൂട്ടുക, ഉപഭോഗം വർദ്ധിപ്പിക്കുക എന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. മാത്രമല്ല എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രൂപം കൊണ്ട ബഹുജന മുന്നേറ്റം അല്ലെങ്കിൽ മാസ് മൂവ്മെന്റ് ആണ് സ്വദേശി മൂവ്മെന്റ് എന്ന പേരിൽ നമ്മൾ പറഞ്ഞു അല്ലെ. എന്തിനാണ് സ്വദേശി മൂവ്മെന്റ് രൂപം കൊണ്ടത്, ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായി അല്ലെ. എന്താണ് 905 ബംഗാളിനെ ഉപയോഗിക്കാനുള്ള ലോർഡ് കഴ്സൺ പ്രഭുവിന്റെ തീരുമാനത്തിനെതിരെ, അല്ലെങ്കിൽ ലോർഡ് കഴ്സൺ അങ്ങനെ തീരുമാനിച്ച് നടപ്പാക്കിയതിനെതിരെ എന്താണ് ഇന്ത്യയിൽ രൂപം കൊണ്ട ശക്തമായ പ്രസ്ഥാനമാണെന്ത് ഈ പറയപ്പെടുന്ന സ്വദേശി മൂവ്മെന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതെന്താണ്, ഇത് എന്താണ് വന്ദേമാതരം മൂവ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അല്ലെ, അതുപോലെ ബോയ്ക്കോട്ട് മൂവ്മെന്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞു. മാത്രമല്ല എന്താണ് കുട്ടികൾ പോലും എന്താണ് ഈ ഒരു പ്രസ്ഥാനം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണെന്ത് നമ്മളതിന്റെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ആദ്യ രൂപം പറഞ്ഞു, പ്രചരണം പറഞ്ഞു അല്ലെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കന്മാര് പറഞ്ഞു അല്ലെ, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാര് പറഞ്ഞു. അത് മാത്രമല്ല എന്താണ് ഈ സ്വദേശി മൂവ്മെന്റ് രൂപം കൊള്ളാനുള്ള പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു അല്ലെ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണെന്ത് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞു. അപ്പോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും മനസ്സിലാക്കുക. എന്ത് ചെയ്യാ, വരുന്ന ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.